ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്പെഷ്യലും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു ചീസിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്ന ഒരു സാൻഡ്വിച്ചാണ്. ജസ്റ്റ് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം ഫുൾ എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു ഗ്രീൻ ക്യാപ്സിക്കം. അപ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ അരിയുന്ന പോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇനി ഞാൻ ഒരു ഫുള്ള് കുക്കുംബർ എടുക്കുന്നുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഈ കുക്കുംബർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സ്ക്വീസ് ചെയ്തിട്ട് എടുക്കുക, നല്ല പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല ലൂസായി പോവും. പിന്നെ ഞാൻ 2 ക്യാരറ്റ് ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലാർജ് ഓനിയന് എടുക്കാം. ലാർജ് ഓനിയന് ആഡ് ചെയ്യാം. നമുക്ക് അതിന് ക്യാബേജ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. പിന്നെ ചീസ് മാത്രം എക്സ്ട്രാ വരുന്നത്, അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് സ്പൂൺ ഉപയോഗിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാം. നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് ഞാൻ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്തു. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി ഞാൻ മയണൈസ് ചേർക്കുന്നുണ്ട്. മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഓൾറെഡി മയണൈസ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ലൂസാവാതെ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ നന്നായിട്ട് ആ മയണൈസ് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി പാകമാണോ നോക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഞാൻ നമ്മളെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധാ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മറ്റേത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. 4 സൈഡും ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മോസറല്ല ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം 2 സൈഡും. ഇപ്പോൾ ടോസ്റ്റർ ഉള്ളവർക്ക് ടോസ്റ്ററിൽ ചെയ്യാം. ഞാനിപ്പോൾ ആകുമ്പോൾ എല്ലാവർക്കും ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ആണെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ച് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈവനിങ്ങിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാൻ പറ്റാത്തൊരു ടൈമല്ലേ, അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളിൻ്റെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.